ഹോർമിസ് വഴിയുള്ള ഈ കപ്പൽ ഗതാഗതം താറുമാറായതിന് പിന്നാലെ ലോകമെമ്പാടും വലിയ രീതിയിൽ തന്നെയാണ് ഊർജ്ജ പ്രതിസന്ധി. എണ്ണയും പ്രകൃതിവാതകവും വാതകവും ഒക്കെ കിട്ടാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ വിജയം കാണുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ത്യക്ക് സഹായക ഹസ്തവുമായി ഇന്ത്യയിൽ നിന്ന് 20,000 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യം രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ രംഗത്തെത്തുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് മാത്രമല്ല, അവർ ഇപ്പോൾ 50,000 ടൺ LPG ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടാണ് തെക്കൻ അമേരിക്കൻ രാജ്യമായ അർജന്റീന ഇന്ത്യക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. 2024 വരെ നമുക്ക് അവരുമായി യാതൊരുവിധ കരാറുകളുമില്ലായിരുന്നു. അവിടെ നിന്ന് LPGയും മറ്റും നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നില്ല. 2025 നമ്മൾ ഇറക്കുമതി ചെയ്തത് കേവലം 22,000 ടണ്ണ് മാത്രമാണ്. പക്ഷേ 2026 തുടക്കത്തിൽ തന്നെ 50,000 ടൺ എത്തിയിരിക്കുന്നു. മാർച്ച് 5-ന് 11,000 ടൺ LPG കൂടി അർജന്റീന ഇന്ത്യക്ക് എത്തിച്ചു നൽകിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ഒരു രാജ്യം കൂടിയാണ് അർജന്റീന. അന്ന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് അർജന്റീനയിലും ചിലിയിലും മറ്റുമൊക്കെ ഗാനയിലും മറ്റുമൊക്കെ പോകുന്നത്? ഇപ്പോൾ ആ പോയതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ഒരു വലിയ രീതിയിൽ തന്നെയുള്ള LPG ഗ്യാസാണ് അർജന്റീന എത്തിച്ചിരിക്കുന്നത്. അർജന്റീന പറയുന്ന വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയം. ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാനുള്ള അത് ഞങ്ങളുടെ ബാധ്യതയായി ഞങ്ങൾ കരുതുന്നു എന്നാണ് ബ്യൂണസ് അസോസിയേഷന്റെ കടമയായി കരുതുന്നു എന്നാണ് അർജന്റീന അറിയിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിലുള്ള അർജന്റീന അംബാസഡർ അഗസ്റ്റിൻ കുസിനോ പറയുന്നത്, ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഊർജ്ജം തങ്ങളുടെ പക്കലുണ്ട്, തങ്ങളത് നൽകാൻ തയ്യാറാണ് എന്നാണ്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ 41 രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണയും പ്രകൃതിവാതകവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വാതകങ്ങളും LNG ആയാലും LPG ആയാലും ഒക്കെ ഇറക്കുമതി ചെയ്തത്. അത് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ റഷ്യയും നമ്മൾക്ക് 2022 ശേഷം നമ്മൾ തുടങ്ങിയ ബന്ധമായിരുന്നു എണ്ണയുടെ കാര്യത്തിൽ. എണ്ണ 2022 ശേഷമാണ് വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്തത്. ഇപ്പോൾ ഇത് അർജന്റീന എന്ന് പറയുന്ന രാജ്യം 2024 മുൻപ് ഒരു കുറ്റി പോലും LPG എത്തിക്കാൻ കഴിയാതിരുന്ന ഒരു രാജ്യം, ഇല്ലെങ്കിൽ LPG നമ്മൾ വേണ്ട എന്ന് വെച്ചിരുന്ന കാര്യം, കരാറില്ലാതിരുന്ന രാജ്യം 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെത്തിയിരിക്കുന്നു വലിയൊരു അളവ് LPGയുമായി. മിസ്റ്റർ മുസ്ലിം ക്യാമറ.